അതായത് നിങ്ങൾ ആലോചിക്കണം, ഗോൾഡ് വാങ്ങണ്ട എന്ന് പറയുമ്പോൾ കേരളത്തിൽ എത്രയോ ഗോൾഡ് ഷോപ്പുകളുണ്ട്. ഒരു വർഷത്തേക്ക് വാങ്ങരുത്, എത്രയോ ഷോപ്പുകളുണ്ട്. ഇവിടുന്ന് വാങ്ങിയില്ലെങ്കിൽ ആ കടകൾ എന്ത് ചെയ്യും? അവിടെ ജോലി ചെയ്യുന്നവരെന്ത് ചെയ്യും? ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. വാഹനങ്ങൾ ഉപയോഗിക്കരുത്, കൂളിംഗ് സിസ്റ്റത്തിൽ പോകണം. അതുമായിട്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പം അവരുടെ ജോലി എവിടെ പോകും? ഇത് മൾട്ടിപ്പിളാണ് ഈ സംഭവം. കുക്കിംഗ് ഓയിലിൻ്റെ കാര്യം പറയുന്നു, മറ്റുള്ള സാധനം. അപ്പം ഈ കടകളെല്ലാം അടച്ചുപൂട്ടണോ? ഇതാണ് പറയുന്നത് ഫോർസി ഇല്ലാത്ത ഒരു മനുഷ്യൻ. അത് കാരണം ആരൊക്കെയോ വേണ്ടാത്ത അഡ്വൈസ് ചെയ്ത് ഈ മനുഷ്യൻ കിടന്നങ്ങ് പൊങ്ങി. അവസാനം ഇപ്പോഴാണ് എവിടെ നിൽക്കണമെന്ന് പോലും അറിയത്തില്ല. മനസ്സിലാക്കുക, ഞാൻ മോശപ്പെടുത്തിയല്ല പറയുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ദയനീയമായിട്ടാണ് പോകുന്നത്. അത് ഇപ്പോഴുണ്ടായതല്ല, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഉണ്ടായ സംഭവമാണ്. അമേരിക്ക ഇന്ത്യ ഇഷ്യൂ ഉണ്ടായപ്പം തുടങ്ങിയതാണ് ഈ സംഭവം. അത് ഗ്രാജുവൽ പ്രോസസ്സിൽ വന്നു. അതായത് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഷാർപ്പായിട്ടങ്ങ് ഡിക്ലൈൻ ചെയ്തു. ഇന്ത്യൻ സാധനങ്ങളെ ഇന്ത്യയിൽ നിന്ന് പുറത്തോട്ട് പോകുന്നില്ല. വളരെ കുറച്ച് സാധനങ്ങളെ പോകുന്നുള്ളൂ. അതും പലയിടത്തും ഇന്ത്യ ഗവൺമെൻറ് പല പാക്കേജുകൾ കൊടുത്തിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. കാരണം ഫോറിൻ കറൻസിയുടെ ഷോർട്ടേജ് ഇന്ത്യയിലുണ്ടായി. അതായത് കൃത്യമായിട്ട് മോദി ഭരണത്തിലെ എക്കോണമി എന്ന് പറയുന്നത് കഴിഞ്ഞ 12 വർഷത്തിൽ ആദ്യമായിട്ട്, അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ അഡ്മിറ്റ് ചെയ്തു, ഇന്ത്യയുടെ സ്ഥിതി മോശമാണ്, ഇന്ത്യയുടെ സ്ഥിതി മോശമാണ്. ഇലക്ഷനൊക്കെ ജയിച്ചു, സാമ്പത്തികമില്ലെങ്കിൽ ഇതൊന്നുമില്ല. മനസ്സിലാക്കുക. അതായത് നോക്കുക, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് TCSൽ ഏകദേശം 27,000 പേരെയാണ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഒറാക്കിൾ ഏകദേശം 12,000 പേര് ഇന്ത്യയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇൻഫോസിസ് ഏകദേശം 27,000 പേരെ പിരിച്ചുവിട്ടു. അതേപോലെ ഓരോ IT കമ്പനികൾ ആൾക്കാരെ പിരിച്ചുവിടുകയാണ്, പുതിയ ആൾക്കാരെ എടുക്കുന്നുമില്ല. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുകൊണ്ട് അവിടെയുള്ള ജോലികളും അങ്ങ് പോകാൻ തുടങ്ങി. ഇതാണ് ഇന്ത്യയുടെ സ്ഥിതി. വല്ലാത്ത ക്രൈസിസിലോട്ട് ഇന്ത്യ പോകുന്നു. അതേതായാലും വളരെയധികം സന്തോഷമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി അഡ്മിറ്റ് ചെയ്തു, പ്രശ്നമുണ്ട്, ഓസ്റ്റെരിറ്റി വേണം, ചെലവ് കുറയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ പെടാൻ പോവല്ല. ഞാൻ കൃത്യമായിട്ട് പറയാം, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ റിസഷനിലോട്ട് പോവുകയാണ്. പലരും EMI അടയ്ക്കുന്നില്ല, വണ്ടി മേടിച്ചതിൻ്റെയും വീട് മേടിച്ച്, കാരണം റെമിറ്റൻസ് ഇല്ല. പ്രോപ്പറായിട്ട് പലയിടത്ത് സാലറി കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് വല്ലാത്ത ക്രൈസിസിലോട്ട് പോവുകയാണ്. ഇതിൻ്റെയൊക്കെ റിസൾട്ട് വരാൻ പോകുന്ന 2-3 ആഴ്ചയ്ക്കുള്ളിൽ. അപ്പോൾ സ്ഥിതി എന്ന് പറയുന്നത് അതിദയനീയമായിട്ടങ്ങ് പോകും.